ഡിജിറ്റൽ ഗോൾഡിൽ നിങ്ങൾ കൺവേർട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ലിക്വിഡ് ക്യാഷാണ്. നിങ്ങൾക്ക് വിൽക്കാൻ നിങ്ങൾ വാങ്ങൂ എന്ന് പറഞ്ഞ് ഒരിടത്തും കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ഇത് ഗോൾഡ് തുല്യം എന്ന് പറഞ്ഞാൽ 101% തുല്യമായും നിങ്ങൾ കടയിൽ പോയി സ്വർണം വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ഉള്ള പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലുള്ള ETF വാങ്ങൂ. ദിസ് ഈസ് വെരി വെരി മച്ച് ഈക്വലൻ ടു ഗോൾഡ്. അതുമാത്രമല്ല, ചെറിയ തുകയ്ക്ക് വീട്ടമ്മമാരൊക്കെ കൂട്ടി വെക്കുന്ന കുഞ്ഞു കാശുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ETF-ലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരു ഇതിൻ്റെ ETF മേടിക്കാൻ 100 രൂപയുള്ളൂ, ഒന്നിൽ 111 രൂപയുള്ളൂ, ഇനി ഒന്നിൽ വെറും 12 രൂപയുള്ളൂ. ഇപ്പോൾ ടാറ്റ ഗോൾഡ് ETF 12 രൂപയുള്ളൂ ഒരു ETF-ന് മേടിക്കാൻ. അത് ഇനി ഇതിൻ്റെ ഈ എല്ലാറ്റിൻ്റെ ഈ കാണുന്ന ആദ്യത്തെ ബിർള, UTI, ആക്സിസ് ബാങ്ക്, ഇൻവെസ്കോ, ഇത്രയും നിങ്ങൾ കാണുന്നു. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ഇതിൻ്റെ പ്രത്യേകത നോക്കൂ, എല്ലാറ്റിൻ്റെയും പെർസെൻറ്റേജ് നോക്കൂ. ഓരോന്നിനും 2.6%, 2.5%, 2.7%, 2.7%, 2.9, 2.4, 3.3%, then again 3%, ഓൾമോസ്റ്റ് 2.5 to 3%. അതിനർത്ഥം എന്താണ്? ഗോൾഡിൻ്റെ വില അതേമാതിരി മാർക്കറ്റിൽ നിങ്ങൾ ഗോൾഡ് കമോഡിറ്റി നോക്കിയാലും 3% ആയിരിക്കും കയറുക. സോ നാച്ചുറലി ഗോൾഡിൻ്റെ കമോഡിറ്റി വില എന്താണോ, മാർക്കറ്റിൽ വില എന്താണോ, അതിനെയാണ് ഈ ETF ട്രാക്ക് ചെയ്യുന്നത്, ഈ ഫണ്ട് ട്രാക്ക് ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള നമുക്കിപ്പോൾ സ്വർണം നമ്മുടെ ധാരണ തന്നെ തെറ്റാണ്. ഒരുപാട് രൂപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർണത്തിന് നമുക്ക് നിക്ഷേപം നടത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതല്ല. SIP മാതിരി എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങൾക്ക് കുറച്ച് തുക മാറ്റി വെക്കാൻ അവസരം ലഭിക്കുന്നുവോ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ധനിൻ്റെ ഡിമാറ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ ETF സെലക്ട് ചെയ്യുക, നിങ്ങൾ ഏതെങ്കിലും ഒരു ഫണ്ടിനെ കുറച്ചായിട്ട് അക്യുമുലേറ്റ് ചെയ്യുക, ഗോൾഡ് ഫണ്ട്. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.